ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു കുട്ടി വീഡിയോ ആണ്. ഈ ചോക്ലേറ്റ് കഴിച്ചിട്ടില്ലാത്തവർ കുറച്ച് പേരെ കാണത്തുള്ളൂ എന്ന് വിചാരിക്കുന്നത്. കാരണം ഇപ്പം കൂടുതൽ ട്രെൻഡിങ് ആയ ഐറ്റമാണ് നമ്മുടെ ദുബായ് ചോക്ലേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. നമ്മുടെ കുനാഫ ചോക്ലേറ്റ്, കുനാഫ ഫില്ലിങ് വരുന്ന ടൈപ്പ്. ഞങ്ങൾ കഴിഞ്ഞ അങ്ങേ പ്രാവശ്യം ഞങ്ങൾ ലുലുവിൽ പോയപ്പം അവിടെ ഇതാണ് ഇതിൻ്റെ സാമ്പിൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സാമ്പിൾ കഴിച്ച് ഇഷ്ടപ്പെട്ട് കൊതിമൂത്ത് പ്രാവശ്യം പോയപ്പോൾ വാങ്ങിച്ച ഐറ്റമാണിത്. അങ്ങനെ വാങ്ങിച്ചിട്ട് ഉടനെ വീഡിയോ എടുക്കാനുള്ള ഒരു സാവകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്നേരം തന്നെ ഞങ്ങൾ പൊട്ടിച്ച് കുറച്ച് കഴിച്ചിട്ട് കുറേ പേര് ഇതിന് ഭയങ്കര അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് വാങ്ങിച്ചതും. അങ്ങനെ താണ്ടെ ഇത് ജസ്റ്റ് ഒരു കവർ പോലെ വരുന്നുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ബാക്കി ഞങ്ങൾ കുറച്ച് കഴിച്ച് വെച്ചേക്കുന്നതിൻ്റെയാണ്, ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതാണ് ഐറ്റം. ഇങ്ങനെ ഉള്ള ചോക്ലേറ്റ് ബാറാണ്. അതുകൊണ്ട് ഇതിനകത്ത് കുനാഫ ഫില്ലിങ് വരുവാണ് ചെയ്യുന്നത്. ഇത് ഹോണസ്റ്റ്ലി എൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ എം എ ഡയറി മിൽക്ക് ഫാൻ. സോ എനിക്ക് ഡയറി മിൽക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര ഇത് പറ്റിയിട്ടില്ല. കുനാഫ ഫില്ലിങ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എന്തോ ഒരു ടേസ്റ്റ് എനിക്ക് പറ്റാത്ത കണക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കും ഇക്കാക്കും കഴിച്ചിട്ടൊന്നും മറ്റേ ഡയറി മിൽക്കിൻ്റെ അത്രയും എത്തിയില്ല എന്നുള്ളൊരു ഫീല് തോന്നിയിട്ടുണ്ട്. ഇത് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. വേറെ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ ഒരു മിസ്സിങ് ആണ്. ഞാനെടുത്തതിൻ്റെ ഫില്ലിങ്സിൻ്റെ വ്യത്യാസമാണോ എന്നും അറിയാൻ വയ്യ. ഞാനെടുത്തത് ഡാർക്ക് പിസ്താഷ്യോ ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഒരു കറുമുറു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ജസ്റ്റ് ഡയറി മിൽക്ക് തിന്ന് ശീലിച്ചതിൻ്റെ ആണോ എന്താണെന്നറിയത്തില്ല, ഒരു സംതിങ് പോലെ ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. അത് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടമല്ല എന്നൊക്കെ ഒന്ന് അറിയിക്കണേ. ഇതുപോലെ എൻ്റെ വീഡിയോ കാണാത്തവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.